ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 ഇമ്പോർട്ടൻറ്റ് ലോസുകൾ പഠിച്ചു. അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന ഇമ്പോർട്ടൻറ്റ് ലോയും പഠിച്ചു. ഇനി വരുന്ന ഒന്നാണ് കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു സർഫസാണ്. ഈ സർഫസിൽ ഈ ഓബ്ജക്റ്റ് നിൽക്കുന്നുണ്ട്. അന്നേരം ഇവയ്ക്ക് രണ്ടും ഇടയ്ക്ക് ഈ ഒരു സർഫസിൽ ഈ ഓബ്ജക്റ്റ് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഫോഴ്സസ് റിസൾട്ട്സ് വെൻ 2 or more bodies are in physical contact with each other. രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഉണ്ടാവുന്ന സമയത്ത് അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോഴും പറയാനുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഒക്കെയാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പം നമുക്കറിയാം, ഈ രണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ സർഫസിലെ ഈ ഒബ്ജക്റ്റ് രണ്ടും ചേരുന്ന ഈ ഒരു റീജിയൻ ആണ് നമ്മൾ കോണ്ടാക്ട് സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു സർഫസിന് പാരലൽ ആയിക്കൊണ്ട് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ കോമ്പണന്റ് പാരലൽ ടു ദ സർഫസ് ഓഫ് കോണ്ടാക്ട് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് ഈ സർഫസിൽ ചെയ്യാന്ന് വെച്ചാൽ, ആ ബോഡീനെ അതിൻ്റെ മോഷൻ സംഭവിക്കുന്ന സമയത്ത് ആ ചലനം നടക്കാതിരിക്കാൻ ആ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇറ്റ് ഒപ്പോസ് ദ മോഷൻ. ഈ സർഫസിൽ ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യാതിരിക്കാൻ സർഫസിൽ അനുഭവപ്പെടുന്ന ഒപ്പോസിങ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇറ്റ് ഒപ്പോസ് ദ മോഷൻ ആൻഡ് ഇറ്റ് ഈസ് പാരലൽ ടു ദ കോണ്ടാക്ട് സർഫസ്. നൗ രണ്ടാമത്തേതാണ് നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് mg, ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു വെയിറ്റ് mg ആക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒബ്ജക്റ്റിന് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, ദ കോമ്പണന്റ് normal to the surface of contact is called normal reaction force. The component parallel to the surface of contact is called frictional force. ഇനി നമുക്കറിയാം, ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കേസിൽ ഇപ്പോൾ ഈ ഒബ്ജക്റ്റില് എന്താണ്, ഈ ഒരു ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയാ when the net force acting on the body is 0 എന്നാണ്. ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയപ്പോഴാണ് ആ ബോഡിയിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് we say the body is in equilibrium. ഈ ഒരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് the force which results when 2 or more bodies are physically contact with each other. For example, frictional force and normal reaction force. ഇനി നമ്മൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ക്ലാസിഫൈഡ് into 3 types: static friction, kinetic friction and rolling friction. ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്രിക്ഷനെ ക്ലാസിഫൈ ചെയ്യാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിലെ ആദ്യത്തെ പാർട്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന പദത്തിന്റെ അർത്ഥം അറ്റ് റെസ്റ്റ് ആണ്. സ്റ്റാറ്റിക് മീൻസ് അറ്റ് റെസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഈ സർഫസിൽ നിൽക്കുന്നുണ്ട്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഫോഴ്സ് കൊടുത്തിട്ടും എന്ത് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല.
അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സർഫസിന് ഇടയ്ക്ക് ഈ രണ്ട് വസ്തുക്കളും പരസ്പരം ചേർന്ന് നിൽക്കുന്ന സർഫസിന് ഇടയ്ക്ക് ഒരു ഒപ്പോസിങ് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒപ്പോസിങ് ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ എന്ത് അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്? റെസ്റ്റിൽ തന്നെ തുടരുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ തുടരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കൊടുത്തിട്ടും അല്ലേ, നമ്മൾ പുറമേ നിന്നൊരു ഫോഴ്സ് കൊടുത്തിട്ടും ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇവയ്ക്കിടയിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒപ്പോസിങ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഇതിൻ്റെ മുകളിൽ ഞാൻ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നു, പക്ഷേ ഇത് മൂവ് ചെയ്യുന്നില്ല. ഇത് മൂവ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഈ അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്? സർഫസിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നുള്ളത് ഇവിടെ അനുഭവപ്പെടുന്ന നോർമൽ റിയാക്ഷൻ ഫോഴ്സിന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിക്കൊണ്ടായിരിക്കും ഈ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഇങ്ങനെ കൊടുത്ത് അല്ലേ, അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിയെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് coefficient of static friction given by the equation Fs equal to μs into n. ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് F is equal to mu n എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയതുകൊണ്ട് ആ പ്രൊപ്പോർഷണാലിറ്റിയെ സ്റ്റാറ്റിക് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിച്ചു. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു F is equal to μs into n. അപ്പോൾ ഓരോ വസ്തുക്കൾക്കും ഈ ഒരു ഒപ്പോസിഷൻ ഫ്രിക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ മരത്തിൻ്റെ മുകളിൽ അല്ലെ, ഒരു മരത്തിൻ്റെ ടേബിളിൻ്റെ മുകളിലാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സിന് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ആയിരിക്കില്ല ഈ ഒബ്ജക്റ്റിനെ നമ്മളൊരു ഗ്ലാസിൻ്റെ മുകളിൽ മൂവ് ചെയ്യിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ വസ്തുക്കൾക്കനുസരിച്ച് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ വ്യത്യാസപ്പെടും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതേസമയം ഒരു ഗ്ലാസ് സർഫസിന്റെ മുകളിലാണ് ഇതേ ഒബ്ജക്റ്റിനെ വെച്ചെങ്കിൽ അന്നേരം അപ്ലൈ ചെയ്ത അത്രയും ഫോഴ്സ് എന്ത് ചെയ്യേണ്ടി വരില്ല, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു സർഫസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നുള്ളത് വ്യത്യാസപ്പെടും എന്നുള്ളതാണ്. സോ ഈ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്പോൾ വസ്തുക്കൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കാനുള്ളത്. ഈ ഒരു സർഫസ് നിൽക്കുന്ന ഈ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഒപ്പോസിങ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സർഫസിന്റെ നേച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതുപോലെ തന്നെ കിനറ്റിക് ഫ്രിക്ഷൻ, റോളിക് ഫ്രിക്ഷൻ ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഒരു റിലേറ്റീവ് മോഷൻ ആണ്. അതായത് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകൾ നിർബന്ധമായിട്ടും വേണം. അപ്പോഴേ ഒന്നിനെ വെച്ച് മറ്റൊന്നിനെ ചേർത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിനെ ബേസ് ചെയ്ത് മറ്റൊന്നിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് അതിൻ്റെ മൂവ്മെന്റിനെ ഡിസ്കസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു റിലേറ്റീവ് മോഷൻ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒബ്ജക്റ്റിൽ ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല, എവിടെ ഇപ്പോൾ ഞാൻ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഈ സർഫസ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഒപ്പോസിങ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് മൂവ് ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ കൂടുതൽ ഫോഴ്സ് ഇതിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തയ്യാറായി നിൽക്കും. അടുത്ത ഒരു ചെറിയ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, മൂവ് ചെയ്യപ്പെടും. അങ്ങനെ ആ
ഒബ്ജക്റ്റ് അതിൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ആ പൊസിഷനെ അല്ലെങ്കിൽ ആ ഒരു മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നമ്മൾ ഒബ്ജക്റ്റിൽ ഫോഴ്സ് പുറമേ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുത്ത് ഈ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇങ്ങനെ തന്നെ ആക്ട് ചെയ്യണമെന്നില്ല അല്ലേ. ഒപ്പോസിങ് ഫോഴ്സ് ഇങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന അപ്ലൈയിങ് ഫോഴ്സ് ഈ ഡിറക്ഷനിലാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ആക്ടിങ്, അല്ലെങ്കിൽ ഒപ്പോസിങ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡിറക്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുത്ത് ഏതോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ചെറിയൊരു ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മൂവ് ചെയ്യും. അങ്ങനെ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, maximum value of static friction, limiting friction. Maximum value of static friction is called the limiting friction. അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്തു വന്നു, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ ബോഡി മൂവ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഇൻസ്റ്റന്റിനെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെയാണ് നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ചെറിയ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബോഡി മോഷനിലേക്ക് കടക്കും അല്ലെ. അങ്ങനെ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെ, മൂവ് ചെയ്യാൻ തുടങ്ങി ഈ സർഫസിലൂടെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്തും നമുക്ക് കാണാൻ സാധിക്കും ഈ സർഫസ് ഈ ബോഡിക്ക് ഇടയിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നിറയ്ക്കാവുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ നിറച്ചു. നമ്മൾ ഫോഴ്സ് കൊടുത്തു, അത് മൂവ് ചെയ്യുന്നില്ല. അത് മൂവ് അല്ലേ, കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ അത് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ അതിൻ്റെ അർത്ഥം അത് മൂവ് ചെയ്യാതിരിക്കാനുള്ളതിൻ്റെ കാരണം ആ സർഫസ് ആ ബോഡിയിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിച്ചത്. അത് നമ്മൾ ഒരാളെയും കൂടി കൂട്ടത്തിന് വിളിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ആ ബോക്സ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ഒരു അല്ലെ രണ്ടുപേരുടെയും കൂടി ഫോഴ്സിന്റെ ഫലമായിട്ട് ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലെ, അല്ലെങ്കിൽ അവിടെ രണ്ടുപേരുടെയും ഫോഴ്സിന്റെ ഫലമായിട്ട് നമുക്കത് മൂവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അങ്ങനെ രണ്ടുപേരും ചേർന്ന് വീണ്ടും നല്ല ശക്തിയിൽ ഫോഴ്സ് കൊടുത്തു അല്ലെ. അപ്പൊ ആ ബോഡി ആ സർഫസിലൂടെ നിരങ്ങി നീങ്ങാൻ തുടങ്ങി അല്ലെ. അങ്ങനെ നിരക്കി നീങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴും ആ സർഫസ് ആ ബോഡിയുടെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മോഷന്റെ സമയത്തും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒബ്ജക്റ്റില് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒപ്പോസിങ് ഫ്രിക്ഷനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതായത് ഒരു ബോഡി സർഫസിലൂടെ when the body moves over a surface, the surface opposes its motion. That force is called kinetic friction. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സർഫസിൽ ഒപ്പോസിങ് മോഷന്റെ സമയത്ത് അനുഭവപ്പെടുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ Fk, ആൻഡ് ആ Fkക്ക് പകരം നമ്മൾ നേരത്തെ എഴുതിയതുപോലെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആൻഡ് Fk is equal to mu k into n എന്ന് എഴുതാം. അപ്പം ആ സർഫസ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അത് മൂവ് ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ എന്നുള്ളതും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ആ മ്യൂയുടെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് അവിടെയും നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഇനി ദിസ് ഇസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ കേട്ടോ. ഈ F is equal to mu n എന്ന് പറയുന്നതാണ് ലോ ഓഫ് ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ F is equal to mu into n. ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ Fk is equal to mu k into n ആയിട്ട് നമ്മൾ എഴുതും. ഇനി നമ്മളിപ്പോൾ പിന്നെ ഇങ്ങനെ വലിയൊരു ബോക്സ് സർഫസിലൂടെ വളരെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നീക്കി കൊണ്ടുപോവാണ് അല്ലേ.
ഈ നിരക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഈ പെട്ടിക്ക് നമ്മൾ വീല് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ആ സർഫസിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ബോക്സിനെ നീക്കിക്കൊണ്ടാകാൻ പറ്റും അല്ലെ. അപ്പൊ ആ സർഫസ് ഈ നമ്മളുടെ പെട്ടിയുടെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പോസിങ് ഫോഴ്സ് എന്തായി, കുറയ്ക്കാൻ സാധിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ ആ ബോഡീനെ നമ്മൾ എന്ത് ചെയ്യും, റോൾ ചെയ്യിക്കുകയാണ് അല്ലെ. അപ്പോൾ ആ റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ മരത്തടിയൊക്കെ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് രണ്ട് വലിയ ഇരുമ്പിന്റെ ദണ്ട് ഇങ്ങനെ ലോഡ് വെക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ മരം തള്ളിയാണ് കയറ്റാറുള്ളത് അല്ലെ, ഉരുട്ടി കയറ്റാറുള്ളത്. അപ്പം ഉരുട്ടി കയറ്റുന്ന സമയത്ത് ആ സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ് കുറയ്ക്കുക ചെയ്തത് അല്ലേ. അതാണ് നമ്മൾ. അപ്പം എന്നിരുന്നാലും അല്ലെ, ഉരുട്ടി കൊണ്ടുപോകുന്ന സമയത്തും ആ സർഫസ് എന്തിന് ശ്രമിക്കുന്നുണ്ട്, ആ മോഷനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴനുഭവപ്പെടുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒബ്ജക്റ്റുകൾ പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിച്ചത്. അതിനെ മൂന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു: സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പം ഒരു ഒബ്ജക്റ്റ് ആ സർഫസിൽ റെസ്റ്റിൽ നിൽക്കുകയാണ്, നമ്മൾ പുറമേ നിന്ന് ഫോഴ്സ് കൊടുത്തു, എത്ര ഫോഴ്സ് കൊടുത്തിട്ടും അതെന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. അത് മൂവ് ചെയ്യാതിരിക്കാനുള്ള കാരണം ആ സർഫസുകൾക്കിടയിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒപ്പോസിങ് ഫോഴ്സ് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ബോഡി മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഫോഴ്സ് കൂടുതലായി അപ്ലൈ ചെയ്തുകൊണ്ട് ആ ബോഡീനെ മൂവ് ചെയ്യിക്കാൻ തയ്യാറാക്കി വെക്കാണ്. അങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ്, ചെറിയ ഒരു ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യപ്പെടും. അങ്ങനെ മോഷനിലേക്ക് എത്തിക്കിടക്കുമ്പോൾ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ സർഫസ് ആ ബോഡീന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുന്നില്ല, ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ സർഫസിലൂടെ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നില്ല അല്ലെ. എന്നാൽ ഈ ഒബ്ജക്റ്റിന് നമ്മൾ ചക്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായി, അതിനെ ഉരുട്ടിക്കൊണ്ടുപോകാനായി അല്ലെ. അപ്പൊ അങ്ങനെ റോൾ ചെയ്യിച്ച് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത് കുറയ്ക്കാൻ സാധിച്ചു, ഒപ്പോസിങ് ഫോഴ്സ് കുറച്ചു. പക്ഷെ അങ്ങനെ മൂവ് ചെയ്യിക്കുന്ന സമയത്തും സർഫസ് എന്തിനു ശ്രമിക്കുന്നുണ്ട്, ഒപ്പോസിങ് മോഷനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒപ്പോസിങ് മോഷൻ, when the body rolls over the surface, the opposing force is called rolling friction. അപ്പോൾ അങ്ങനെ നമ്മൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ കൺക്ലൂഡ് ചെയ്തു. ആൻഡ് ദാറ്റ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. ആൻഡ് ഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് ഗിവൺ ബൈ Fs ഈസ് ഈക്വൽ ടു μs into n. ആൻഡ് ഇൻ ദ കേസ് ഓഫ് kinetic friction it is given by Fk is equal to μk into n എന്ന് പറയുന്നതാണ്. എങ്ങനെയൊക്കെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സാധിക്കും, നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഈ ഫ്രിക്ഷൻ അനുഭവപ്പെടാറുള്ളത് എന്നൊക്കെ നോക്കണം അല്ല. അപ്പൊ നമ്മൾ സാധാരണ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. അപ്പം എന്താണ് അതിന്റെ അർത്ഥം, ആ മോഷനെ വലിക്കുന്ന സമയത്ത് ആ മോഷനെ ആ കിണറ്റിന്റെ കപ്പി എന്ത് ചെയ്യാണ്, തടസ്സം സൃഷ്ടിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കും. എണ്ണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം മുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രിക്ഷനെ കുറച്ചു. എങ്ങനെയാണ് ഫ്രിക്ഷനെ കുറച്ചത്, ബൈ ആഡിങ് സം ലൂബ്രിക്കൻസ് അല്ലെ, ഗ്രീസ്, ഓയിൽ പോലുള്ള വസ്തുക്കൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്കതിനെ കുറയ്ക്കാൻ. ഇപ്പൊ ചില സമയത്ത് വാതിലൊക്കെ അടയ്ക്കാൻ സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ബോൾസിന്റെ അല്ലെ ഇടയിൽ കുറച്ച് എണ്ണ ഇട്ടെടുത്ത് അതിനെ റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ പിന്നെ ഫ്രിക്ഷനെ നമ്മൾ കുറച്ചു. അതുവഴി നമുക്ക് ഫ്രീ ആയിട്ട് ഓസിലേഷൻ അല്ലെ മൂവ് ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ എക്സ്പ്ലനേഷൻ പ്രകാരം നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, തിരിച്ച് ഭൂമി നമുക്ക്. അപ്പൊ ഇവിടെ ഈ സർഫസിന് രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിൽ നമുക്കൊരു ഒപ്പോസിങ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ വലിയൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ
എന്ത് ചെയ്യാണ്, ഒപ്പോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ചെയ്യണത്. അപ്പോൾ ഇതാണ് വാക്കിങ്ങിൻ്റെ കേസിൽ. അതുപോലെ തന്നെ വെഹിക്കിൾസ് അല്ലെ, ഓട്ടോമൊബൈൽസ്, ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മൾ ഇതുപോലെ ഫ്രിക്ഷൻ വരുന്നുണ്ട്. അവിടെ അല്ലെങ്കിൽ ഹൈ മെഷീനറീസിൽ ഒക്കെ എന്താണ് ഫ്രിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ഫങ്ഷനിങ് നടക്കൂല. അപ്പോൾ അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഫ്രിക്ഷൻ എന്ന് ഇറ്റ് ഈസ് എ നെസസറി ഇഫക്റ്റ് ആൻഡ് അൺനെസസറി ഇഫക്റ്റ്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ അപ്പോസിങ് ഫോഴ്സ് വളരെ കുറവായിരിക്കും. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ്റെ ഫ്രിക്ഷൻ ഇല്ലാത്ത അവസ്ഥയല്ല, കുറച്ചുകൂടി ഒപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സർഫസ് മാക്സിമം ഒപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെ അതിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ, ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇനി ഈ ഫ്രിക്ഷൻ എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഒരു ആവശ്യമാണ്, എന്നാൽ ചില കേസിൽ എന്തല്ല ആവശ്യമില്ല. അപ്പം കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് അതൊരു ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കൊരു മരത്തിൻ്റെ മുകളിൽ കയറണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നടക്കണം എന്നുണ്ടെങ്കിൽ, വാഹനം ഓടിക്കണം അല്ലെ, ബ്രേക്സ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ അവിടെ ഫ്രിക്ഷൻ എന്നുള്ളത് എന്താണ്, ഒരു ആവശ്യമാണ്. എന്നാൽ നമുക്ക് പിന്നെ ഹൈ മെഷീനറീസിൽ സ്മൂത്ത് ഫങ്ഷനിങ് നടക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ അനുഭവപ്പെട്ടാൽ മോഷൻ ഒപ്പോസ് ചെയ്താൽ അല്ലെ, മോഷൻ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹൈ മെഷീനറീസിലൊക്കെ എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഇഫക്റ്റ് ആണ്. സോ ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ ആൻഡ് അൺനെസസറി ഈവിൾ അല്ലേ. അപ്പോൾ ഒരു നെസസറി ഇഫക്റ്റ് ആണ്, അതേപോലെ തന്നെ അൺനെസസറി ഇഫക്റ്റ് ആണ്. അത് നമ്മൾ ആ ഒരു എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കി. ഇനി എങ്ങനെ ഫ്രിക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ നേരത്തെ എക്സാമ്പിളിലൂടെ പറഞ്ഞു. ബൈ ആഡിങ് സം ഗ്രീസ് ഓർ ലൂബ്രിക്കൻസ് അല്ലെ, ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഹൈ മെഷീനറീസിൽ ബോൾ ബെയറിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഇഫക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ദീസ് ആർ സം ഓഫ് ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇഫക്റ്റ് അനുസരിച്ച് നമ്മളൊരു ഗ്രാഫിലേക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ, യാതൊരു മാറ്റവും ഇല്ല. ഓപ്പോസിങ് ഫോഴ്സ് കൂടി 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 വരികയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ബോഡി ഓപ്പോസിങ് ഫോഴ്സിൽ, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ആ ബോഡി അപ്ലൈ ചെയ്ത ഏതോ ഒരു ഫോഴ്സിന് ബോഡി എന്ത് ചെയ്യാണ്, അതിൻ്റെ മാക്സിമം, അതായത് ചെറിയ ഒരു ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നീങ്ങും എന്ന രീതിയിലേക്ക് എത്താണ് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ദിസ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ ഒരു ഇൻസ്റ്റന്റ് കഴിഞ്ഞാൽ പിന്നെ ആ ബോഡി എന്ത് ചെയ്യാണ്, കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് കടക്കുകയാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബോഡി മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യാത്തതിനുള്ള കാരണം ആ ബോഡിയിൽ ഒപ്പോസിങ് ഫോഴ്സ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്ലൈ ചെയ്തു വന്നു അല്ലെ, ഫോഴ്സ് പിന്നെയും കൊടുത്തു വന്നു. ഏതോ ഒരു പോയിന്റിൽ ആ ബോഡി മൂവ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ്, ആ ബോഡി മോഷനിലേക്ക് കടക്കുകയാണ്. ആ മോഷനിൽ നടക്കുന്ന സമയത്തും സർഫസ് അതിൻ്റെ മുകളിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കോണ്ടാക്ട് ഫോഴ്സ് എന്ന ടോപ്പിക്കിലൂടെ മനസ്സിലാക്കാനുള്ളത്. കോണ്ടാക്ട് ഫോഴ്സിൽ രണ്ടെണ്ണമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിൽ പരസ്പരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിച്ചു. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മോഷനെ തടയാൻ കാരണമാവുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ എന്ത് അനുഭവില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആയിരിക്കും. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടി വരുന്നതിനനുസരിച്ചായിരിക്കും അവിടുത്തെ ഒപ്പോസിങ് ഫോഴ്സ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സും ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ.
സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ബോഡി റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യാതിരിക്കാനുള്ള കാരണം ആ സർഫസിൽ അനുഭവപ്പെടുന്ന ഒപ്പോസിങ് ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെ നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഏതോ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് ഈ ബോഡി മൂവ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ തയ്യാറായി നിൽക്കുന്ന മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അങ്ങനെ വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒബ്ജക്റ്റ് ഈ സർഫസിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴും ആ സർഫസ് ഇതിൻ്റെ മോഷനെ തടയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തടയാൻ അനുഭവിക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ജയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? വീൽസ് കൊടുക്കുകയാണ്. അപ്പോൾ വീൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി നമുക്ക് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അങ്ങനെ ഉരുളുന്ന സമയത്തും ആ സർഫസ് അതിൻ്റെ മുകളിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ അപ്പോസിങ് ഫോഴ്സ് അപ്പോൾ ഏറ്റവും കുറവ് ഏത് ഫ്രിക്ഷനാണ്? റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. അതിനേക്കാളും കുറച്ച് കൂടുതലാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ആൻഡ് മോർ അപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതാണ് നമ്മൾ ആ ഓർഡർ വൈസ് എഴുതിയിട്ടുള്ളത്. പിന്നെ ലോ ഓഫ് ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ദിസ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ F = μ/n. ആ മ്യൂ എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്ട്സിനും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ നടക്കണമെങ്കിൽ ഒരു മരം കയറണമെങ്കിൽ ഒക്കെ അവിടെ എന്ത് വേണം? ഫ്രിക്ഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മുന്നോട്ട് നീങ്ങാൻ കഴിയുള്ളൂ. അതിനെയാണ് നമ്മൾ പിന്നെ അഡ്വാൻറ്റേജസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്ക് പിന്നെ വെഹിക്കിൾസിൽ അല്ലെ ഹയർ മെഷീനറീസിലൊക്കെ സ്മൂത്ത് ഫങ്ഷനിങ് നടക്കണമെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. പിന്നെ അതിലേക്ക് വരുന്നതാണ് എങ്ങനെ നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ബോൾ ബെയറിംഗ്, മെഷീനറീസിൽ ബോൾ ബെയറിംഗ് കൊടുക്കുക. അതേപോലെ തന്നെ ലൂബ്രിക്കൻസ്, ഗ്രീസ്, ഓയിൽ പോലുള്ളത് ആഡ് ചെയ്യുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ എയറോപ്ലെയിൻ്റെ ഷേപ്പ് കൊടുക്കുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് അല്ലേ, അപ്പോൾ അപ്പോഴും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്ട്രീം ലൈനിങ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പിന്നെ മറ്റുള്ള പിന്നെ ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എന്നതിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്.